ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഫറൂഖ് അഹമ്മദ്. KUF മീഡിയയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് സീസൺ 7 ഇപ്പോൾ തുടങ്ങിയിരിക്കുകയാണ്. ഇതിന്റെ 1ാം സീസൺ മുതൽ കഴിഞ്ഞ സീസൺ 6 വരെ ഏറെ വിവാദങ്ങളും ഏറെ ആക്ഷേപങ്ങളും നേരിടേണ്ടി വന്ന ഒരു പ്രോഗ്രാമാണിത്. ഈ പരിപാടി സമൂഹത്തിലുണ്ടാകുന്ന വംശത്ത് മാത്രമല്ല, ഈ പരിപാടിയിൽ കൂടി സമൂഹത്തിന് എന്താണ് മെസ്സേജായി സന്ദേശമായി നൽകുന്നു എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ടൊക്കെ ചർച്ചാ വിഷയമായതാണ്. കഴിഞ്ഞ സീസണിൽ ഈ പരിപാടി നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു അഡ്വക്കറ്റ് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ള ഒരു വാർത്ത നിങ്ങളിൽ പലവരും കേട്ടു കാണും. എന്നിട്ടും ഈ പ്രാവശ്യവും സീസൺ 7 തുടങ്ങി. ഈ സീസൺ 7ലും അവതാരകൻ മോഹൻലാൽ തന്നെയാണ്. ഈ സീസൺ 7ലെ മത്സരാർത്ഥികളൊക്കെ കഴിഞ്ഞ സീസണിലെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സമൂഹത്തിൽ വലിയ സെലിബ്രിറ്റികളല്ലാതെ വിവാദങ്ങളിൽ ഇടം പിടിച്ചിട്ടുള്ള വ്യക്തികളാണ്. അതിൽ പ്രധാനപ്പെട്ട 2 വ്യക്തികളാണ് ആതിരയും നൂറയും, ലെസ്ബിയൻ ദമ്പതിമാർ. പിന്നെ മറ്റുള്ള ഒരു ഗായകനാണ് അതിൽ അറിയപ്പെടുന്ന ഒരു അക്ബറിൽ നിന്നുള്ള ഒരു ഗായകൻ കൂടി മാത്രമാണ്. ഈ പരിപാടി കാണുമ്പോൾ ഇപ്പോ കുടുംബ പ്രേക്ഷകർ ഒന്നടക്കം കാണുന്ന പരിപാടിയാണിത്. ഇപ്പോ കുട്ടികളായാലും മുതിർന്നവരായാലും ഒക്കെ കുടുംബ പ്രേക്ഷകർ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ജനപ്രീതി നേടിയ പരിപാടിയാണെന്ന് ഇവർ അവകാശപ്പെടുമ്പോഴും ഈ പരിപാടി കാണുമ്പോൾ സത്യത്തിൽ തോന്നിപ്പോവുക ഈ പരിപാടിയിൽ കൂടി സമൂഹത്തിൽ കൊടുക്കുന്ന സന്ദേശം എന്താണെന്നുള്ളത്. അശ്ലീല ചൊവ്വയുള്ള സംസാരങ്ങളും തമ്മിൽ വഴക്കടിക്കുന്നതും അതിൽ ഉള്ള കോലാഹലവും മറ്റും ഒക്കെയാണ് ഇതിൽ കൂടുതലും പുറത്തു കാണിക്കുന്നത്. മാത്രമല്ല, തലക്ക് ലെവലില്ലാത്ത തരത്തിലുള്ള ഗെയിമുകളാണ്. ഇപ്പോൾ പല ഗെയിമുകളും ഇതിൽ കൊടുക്കുന്നുണ്ട്. എന്നിട്ടും ഈ പരിപാടിക്ക് എന്തുകൊണ്ട് ഇത്രത്തോളം പ്രേക്ഷകരുടെ പങ്കാളിത്തം ഉണ്ടാകുന്നു എന്നതും ചർച്ചാ വിഷയമാകേണ്ട ഒരു കാര്യമാണ്. പ്രേക്ഷകരുടെ പങ്കാളിത്തം ഉള്ളത് കൊണ്ടാണല്ലോ സീസൺ 1ൽ നിന്നും സീസൺ 2ലേക്കും സീസൺ 3ലേക്കും പിന്നീട് 4ലേക്കും പിന്നീട് 5ലേക്കും പിന്നീട് 6ലേക്കും ഇപ്പോൾ 7ലേക്കും എത്തിയത്. അപ്പൊ ഇതില് പ്രേക്ഷകരുടെ പങ്കാളിത്തം ഇല്ലാതിരിക്കുമ്പോൾ മാത്രം സീസൺ 8 എന്നുള്ള പരിപാടി നിർത്തലാക്കും. അതൊരു ബഹിഷ്കരണമാണ് വേണ്ടത്. കുടുംബ പ്രേക്ഷകർ ഒന്നടക്കം ഇത്തരം പരിപാടികൾ കാണുന്നത് ബഹിഷ്കരമാണ് വേണ്ടത്. കാരണം കുട്ടികളടക്കം, പിഞ്ചു കുട്ടികളൊക്കെ അടക്കം ഇതിൽ പരിപാടി കാണുമ്പോൾ അതിൽ വളരെ സംസ്കാര ശൂന്യമായി, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സംസ്കാര ശൂന്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് അവർ പുറത്തുവിടുന്നത്. യാതൊരു സന്ദേശവും, സമൂഹത്തിന് നല്ലൊരു സന്ദേശം ഈ പരിപാടിയിൽ കൂടി കൊടുക്കുന്നില്ല എന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാവുകയില്ല.